ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും 300 മീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന വരാഹമൂർത്തി ക്ഷേത്രമാണ് ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്ക് തെളിയിക്കുന്നതിൻ്റെ നിർവൃതിയിലാണ് വിശ്വാസികൾ എല്ലാം തന്നെ. ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത്. വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ സ്വർഗകവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമെന്നും മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നു. അതിനാൽ ഗീതാദിനം എന്നും ഈ ദിവസത്തെ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഇത് ആഘോഷ ദിവസമായി തന്നെ കൊണ്ടാടുന്നു. വിഷ്ണു അഥവാ കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താൻ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇതെന്ന് സങ്കല്പം. ഇഹലോക സുഖവും പരലോക മോക്ഷവും ഫലം എന്നാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂർ, തിരുനെല്ലി, പത്മനാഭസ്വാമി, അമ്പലപ്പുഴ, പൂർണ്ണത്രയീശ, നെല്ലുവായി പോലെയുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ തിരക്ക് വളരെ അനുഭവപ്പെടുന്ന ദിവസം കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ദിവസം. ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. ക്ഷേത്രത്തിലെ ഒരു വാതിൽ, പ്രത്യേകിച്ച് മുൻവാതിൽ, സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ കവാടമായി സങ്കല്പിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു. അതിൽ കൂടി കടന്ന് ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ്. അതിലൂടെ സ്വർഗമോ അതിനേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെയോ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം. സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി, മോക്ഷപ്രാപ്തി, കാര്യസിദ്ധി, ദൈവാനുഗ്രഹം, ആപത്തിൽ രക്ഷ എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്ന് മരിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷപ്രാപ്തിയോ സ്വർഗമോ ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു. ഭഗവാൻ കൃഷ്ണൻ സതീർത്ഥ്യനായിരുന്ന കുചേലൻ്റെ അവിൽപ്പൊതി പങ്കുവച്ച് കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നും മറ്റൊരു വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു. അതിനാൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവ ദിനമായും ആഘോഷിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്രതമാണ് ഏകാദശി. സമസ്ത പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലസിദ്ധി. വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ഏകാദശി വരാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 24 മുതൽ 26 വരെ ഏകാദശികൾ ഉണ്ടാകും. ഇവ ഓരോന്നും നോക്കുന്നതിന് പ്രത്യേകം വിധികളും ഫലങ്ങളും ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആചരിക്കുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. പിന്നെ സ്വർഗവാതിൽ ഏകാദശി, തൃപ്രയാർ ഏകാദശി, തിരുനാവായ ഏകാദശി എന്നിവയും കേരളത്തിൽ ആചരിക്കാറുണ്ട്. ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നവർ നിശ്ചയമായും ആചരിക്കേണ്ട മറ്റൊരു ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഇത് അത്യധികം ഗംഭീരമായി തന്നെ ആചരിക്കുന്നു. ശ്രീരംഗം, ശ്രീവൈകുണ്ഠം, തിരുമല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ
സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷം തന്നെയുണ്ട്. മലയാള മാസക്രമത്തിൽ ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കേരളീയർ സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഇത് മാർഗശീർഷ മാസത്തിലാണ്. സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിലെ ഒരു പ്രത്യേകത അന്നത്തെ വിഷ്ണു ക്ഷേത്ര ദർശനമാണ്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് ആരാധനയ്ക്കും ദർശനത്തിനും ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ അത് സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. ഇങ്ങനെ രണ്ടാമത് പുറത്തു കിടക്കുന്ന വാതിൽ മിക്കപ്പോഴും പുറകിലത്തെ വാതിലായിരിക്കും. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് മോക്ഷദ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നും കൂടി വിളിക്കുന്നത്. ഇപ്പോഴത്തെ മനുഷ്യജന്മത്തിനു ശേഷം സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുവാൻ ഈ വ്രതം മൂലം ഒരു ഭക്തന് സാധ്യമാകും എന്നാണ് വിശ്വാസം. പിതൃകർമ്മങ്ങളിൽ എന്തെങ്കിലും ലോപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലമുണ്ടായ ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ അവയൊക്കെ പരിഹരിക്കപ്പെടും എന്നും പറയപ്പെടുന്നു. ഏതൊരു ഏകാദശി ആഘോഷത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഹരിവാസരമാണ്. ഏകാദശിയോടൊപ്പം ദ്വാദശി തീർന്നു വരുന്ന 30 നാഴിക, അതായത് ഏകാദശിവതിയുടെ അവസാനത്തെ 15 നാഴികയും ഗാർഡജിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന സമയമാണ് ഹരിവാസരം. ഈ സമയം ജപധ്യാനാദികൾക്കും ക്ഷേത്ര ദർശനത്തിനും വളരെ നല്ലതാണ്. ഇവിടെ ലക്ഷ്മി വരാഹ മൂർത്തി ക്ഷേത്രത്തിലെ മൂർത്തി ചൈതന്യം ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്തു വന്ന് ഗരുഡവാഹനത്തിലേറി ഭക്തരെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഇനി മേൽശാന്തി ദീപാരാധന നൽകി ഭഗവാന് എഴുന്നള്ളത്തിന് ആരംഭം കുറിക്കുന്നതോടുകൂടി സ്വർഗവാതിൽ ഏകാദശിയുടെ പുണ്യ ദർശനം എല്ലാ ഭക്തരിലേക്കും എത്തുകയാണ്. അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് മോക്ഷപ്രാപ്തി നേടുക.